ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലത്തെ കുറച്ച് പരിപാടികളല്ലേ. അപ്പോൾ സ്കൂൾക്ക് പോകാനായി റിക്കുമ്പോഴൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കാണ്ട് യൂണിഫോമൊക്കെ ഇട്ടേണ്ട. നമ്മുടെ ഷൂ സ്റ്റാൻഡൊക്കെ അലങ്കോടെ കിടക്കണം, നമുക്ക് മാറ്റി വെക്കണം. പിന്നെന്താണ്, നല്ല മഴ കേട്ടോ. അപ്പോൾ ഇനി ചോറ് കൊണ്ടുപോകണം. അപ്പോൾ രാവിലെ ഗ്യാസ് കഴിഞ്ഞു കേട്ടോ. ഗ്യാസ് കഴിഞ്ഞപ്പോൾ ഞാൻ പൊറാട്ട കൊണ്ടുവച്ചിരിക്കുകയായിരുന്നു, ഗ്രീൻ പീസ് കറി കേട്ടോ. പിന്നെ ഞാൻ കറണ്ട് അടുപ്പിൽ ചോറും സ്കൂൾ കൊണ്ടായാലും കറിയും കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ടു. ഇവൻ കണ്ടില്ലേ, ചെറിയ കുട്ടികളെ മാതിരി ഇപ്പോഴും ഫുട്ബോൾ കളിക്കൂട്ടകത്ത്, അത് അവൻ്റെ ഒരു ശീലമായിപ്പോയി. അങ്ങനെ ഞാൻ യൂണിഫോമൊക്കെ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് അയൺ ചെയ്യാൻ തുടങ്ങി. സ്കൂൾക്ക് അയൺ ചെയ്ത് കാണാൻ കേട്ടോ. പിന്നെ നമ്മൾ വാഷിംഗ് മെഷീനല്ലേ യൂസ് ചെയ്യാറ്, ഞാനെല്ലാം അയൺ ചെയ്തിട്ടു. അപ്പോൾ റിഫമൊക്കെ 5ാം ക്ലാസ്സിലായപ്പോൾ കോട്ടും എന്താ പറയുക ചുരിദാറൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ അല്ലേ യൂണിഫോം നല്ല കേട്ടോ. അപ്പോൾ അത് അയൺ ചെയ്ത് കൊടുത്ത്. പുറത്താണെങ്കിൽ നല്ല മഴയാണ് കേട്ടോ. പിന്നെ പാൻറ്റൊക്കെ റെഡിയാക്കി കൊടുത്ത്. ഇന്നലെ രാത്രി അലക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വിരിച്ചിടണം. പിന്നെ അവരെ സെറ്റാക്കിയതിന് ശേഷം മാത്രമേ കേട്ടോ ഒക്കെ പറ്റുള്ളൂ. പിന്നെ ഫുഡ് റെഡിയാക്കാൻ വേണ്ടിയാണ്ട് അടുക്കളയ്ക്ക് തന്നെ പോയി സ്കൂൾക്ക് സിജുവിന് ചോറ് കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ മുട്ട ഫ്രൈ ചെയ്തതും അതുപോലെ തന്നെ പരിപ്പ് കറി ആയിരുന്നു കേട്ടോ. അവനക്ക് കറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പരിപ്പ് കറിയും കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. റിഫുമ്പോൾ പിന്നെ വെറും കൂട്ടാൻ മാത്രമേ കൊണ്ടുപോകുള്ളൂ കേട്ടോ. അവൾക്ക് സ്കൂളിൽ നിന്ന് ചോറ് കിട്ടുമ്പോൾ അത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാണ്ട് അവിടെ സാമ്പാറും പിന്നെ എന്തെങ്കിലും ഒലത്തോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് കൊണ്ടുപോകൽ. 2 പേർക്കുള്ള ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് എനിക്കാണെങ്കിൽ പൊറാട്ടയ്ക്ക് മീൻ കറി പറഞ്ഞു തന്നാൽ വല്ലാത്തൊരു കൊല്ലായിരുന്നു. റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ രണ്ടാളെന്തോ തിരക്കിട്ട പണി കേട്ടോ. ഇന്നലെ പിന്നെ നമ്മൾ അലമാര വെച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സും വാഷ് ചെയ്ത് വെക്കാം. പിന്നെ എല്ലാ പണിയും തയ്ച്ചാൽ ഞാൻ സെറ്റാക്കി വെച്ചതാണ്. ഇന്നത്തെ മെയിൻ പണി എന്താ വെച്ചാൽ ഇതൊക്കെ ഒന്ന് റെഡിയാക്കണം. എന്താണെന്നറിയോ, നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കംഫർട്ട് പാഷൊക്കെ മുക്കിയിട്ട് പിന്നെ അതെല്ലാം ഒരു ഭാഗത്താക്കിയിട്ട് സ്കൂൾ ബസ് 9 മണിക്ക് വരും കേട്ടോ. അപ്പോൾ നമ്മൾ കട തുറന്നതിന് ശേഷമാണ് നമ്മൾ സ്കൂൾ ബസ്സിലാക്കാൻ വേണ്ടിയിട്ട് പോകല് കേട്ടോ. ഇപ്പം മോളെ സൈക്കിൾ എങ്ങനെയെങ്കിലും നമുക്ക് നാട്ടിലേക്ക് എത്തിക്കണം. ആകെ പൊടി പിടിച്ച് കിടക്കാൻ കേസ് ഓട്ടാൻ ഇഞ്ച കുട്ടി കിട്ടിയിട്ടില്ല, വരലില്ല കേട്ടല്ലേ. ഇവിടെ എവിടെ സ്ഥലം. അങ്ങനെ കടയൊക്കെ തുറന്ന് നമ്മളത് സ്കൂൾ ബസ്സിൻ്റെ അടുത്തേക്ക് പോകുന്നു കേട്ടോ. നമ്മൾ കടൻ്റെ അടുത്തേക്ക് തന്നെയാണ് സ്കൂൾ ബസ് വരെ. എന്നാലും ഞാൻ അവിടെ വരെ ഒന്ന് കൊണ്ടാക്കി കൊടുക്കട്ടോ. പിന്നെ ഞാൻ കടയ്ക്ക് വന്ന് അവിടെ ഒന്ന് അടിച്ചുവരെയൊക്കെ ചെയ്ത് മേലേക്ക് തന്നെ കയറിപ്പോയിട്ട് ഞാൻ ഡ്രസ്സൊക്കെ വിരിച്ചിട്ടോ. ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ ചെടികളൊക്കെ ഇങ്ങനെ നട്ട് വളർത്തുമായിരുന്നു. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയൊരു കറ്റാർവാഴയാണ് ഇപ്പോഴും നല്ല സെറ്റായിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ. സിജുവിൻ്റെ സൈക്കിൾ കണ്ടില്ലേ, ഒക്കെ പഞ്ചറായി കിടക്കുകയാണ് കേട്ടോ. അത് ഇനി നാട്ടിലേക്ക് എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ എത്തിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഈ സൈഡൊക്കെ ഫുള്ളും പച്ച തന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യമൊക്കെ ഇവിടെ ഇരിക്കുമായിരുന്നു. അതിനൊക്കെ വൃത്തിയാക്കിയിട്ട് നമ്മൾ ഈ സംഭവം ഉണ്ടല്ലോ അത് മാറ്റി വെക്കണം. ഞാൻ നാട്ടിൽ പോകുമ്പോൾ ഞാൻ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനാണ് ഈ റിംഗ് ലൈറ്റ് ഞാൻ യൂസ് ആക്കാറ്. പിന്നെ നമ്മൾ ഈ വരാന്തൊക്കെ ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ച് അതൊക്കെ ഒന്ന് സെറ്റാക്കാൻ കേട്ടോ. പിന്നെ ഞാൻ ഇടയ്ക്കിങ്ങനെ വോയിസ് ഓവർ കൊടുക്കാതെയും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം അലക്കിയതൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ സ്റ്റാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടുമിക്ക ഡ്രസ്സുകളും അവിടെ തന്നെ വിരിച്ചിടാൻ പറ്റും കേട്ടോ. അങ്ങനെ അതെല്ലാം വിരിച്ചിട്ട് പിന്നെ ഒരു കുളിയും പാസ്സാക്കി നമുക്ക് ബാങ്കിൽ പോകണം. അപ്പോൾ ഇന്നലെ നമ്മൾ ബാങ്കിൽ പോയി കണ്ട് അക്കൗണ്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പാസ്ബുക്കിന് ഇന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടും പോകും വേണം. ജസ്റ്റ് എല്ലാം ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷമാണ് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അടിച്ചൊരിയിട്ട് ഒന്ന് തുടക്കാം കേട്ടോ. കുട്ടികൾ പോയാലേ ഇതിനൊക്കെ ഒന്ന് സമയം ഉണ്ടാവുള്ളൂ കേട്ടോ. എവിടെ നോക്കിയാലും ഇവൻ്റെ ഈ ജിം എടുക്കുന്ന സംഭവങ്ങളൊക്കെയാണ്. അതൊക്കെ ഒന്ന് അടുക്കി പൊറുക്കി വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യാനുള്ളത്. അപ്പോൾ ഗൈസ് ഞാനുണ്ടല്ലോ ഇതുപോലെ കുറച്ച് തുണികൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചധികം ഉണ്ട്, മറ്റ് ചെറുതല്ല, എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വലിപ്പം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അതൊക്കെ അയൺ ചെയ്തുകൊണ്ട് കുറച്ചധികം ഉണ്ട്. പിന്നെ 1-2 ഉജാല മുക്കണുണ്ട് കേട്ടോ. അത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഇനി വീട്ടിലെത്തിയിട്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതൊന്ന് റെഡിയാക്കാം കേട്ടോ. ഒരു കുറച്ച് ഇത് എഴുതാൻ കേട്ടോ. പിന്നെ ഞാനൊരു മാജിക് ബുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ റിയലായിട്ട് വരച്ച പോലെ ഫീൽ ചെയ്യുന്നൊരു ബുക്ക്.
ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൽ വെള്ളം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സോമ്പൊടിയൊക്കെ ഇട്ട് വെച്ചു മടക്കിയതെന്ന് വെച്ച് കുറച്ചധികം ഉണ്ട്. ഒന്ന് ഇളക്കട്ടെ കേട്ടോ. ബെഡൊക്കെ നമ്മൾ റിഫമോൾ പിന്നെ അങ്ങനെ സെറ്റ് ചെയ്ത് തരും. അതൊക്കെ വിരിച്ചിരിക്കുന്നത് നമ്മൾ സ്കൂൾ പോകുമ്പോൾ തന്നെ ഡേറ്റ്. പിന്നെ ഈ ടെഡി ബിയറില്ലേ, ഈ ഒരു പെൻഗിന് ഇത് റിഫമോക്ക് വാങ്ങിയതാണ്. പക്ഷേ ഉപകാരം മൊത്തം എനിക്കാണ്. നാട്ടിൽ പോകുമ്പോൾ അത് കൊണ്ടുപോകേണ്ടി വരുമോ അറിയില്ല ഗൈസ്. ചിലപ്പോൾ കൊണ്ടുപോകേണ്ടി വരും. കാരണം ഞാൻ ഇതിപ്പോൾ വയറ് വെച്ചിട്ടൊക്കെ കിടക്കാറ്. നല്ല സുഖം എത്തിക്കണം. എന്താ വെച്ചാൽ ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്ത ഒരു ബോക്സിൽ കുട്ടികളുടെ ഡ്രസ്സ് അവിടെ നിന്ന് ഇട്ടേക്കണമല്ലോ. നമ്മളൊരു 3 month വരെ നമ്മൾ വീട്ടിലുണ്ടാകും. അപ്പോൾ യൂസ്ഫുള്ളാക്കിയാൽ ബേബിയുടെ ബെഡ് അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇങ്ങനത്തെ 2 കുഷ്യനൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്കെന്താ വലിയ കുട്ടികളെ വരുന്ന പറ്റില്ല. ഒരു 6 month വരെ നമുക്കിതിനകത്ത് കിടത്താം. അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോകാനാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ റാപ്പ് പോലെ വേണമെന്നാണ് കേട്ടോ ആഗ്രഹം. 2 കുഷ്യനും ഒരു തലയും. നമുക്ക് ഈ തലക്കണിൻ്റെ ഷേപ്പൊന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ അടിച്ചെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് വേഗം ഒന്ന് തുടക്കണം, എന്നിട്ട് കുളിക്കണം. അപ്പോൾ ഈ ഒരു ജീൻസിൻ്റെ മെറ്റീരിയലും കൊണ്ട് നമുക്ക് ചെറിയൊരു ബാഗ് ഉണ്ടാക്കാൻ വിചാരിച്ച് ഞാൻ എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ. സംഭവം എങ്ങനെ ആവുമെന്നൊന്നും അറിയില്ല. അപ്പം നമുക്ക് കുളി കഴിഞ്ഞു, പിന്നെ ചെറിയൊരു മേക്കപ്പും കഴിഞ്ഞു കേട്ടോ ഗൈസ്. ഇനി നമ്മൾ ബാങ്കിലൊന്ന് പോകണം കേട്ടോ. അത് പാസ്ബുക്കും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ട്. അപ്പോൾ അതൊന്ന് വാങ്ങിക്കൊണ്ടിരുന്നു. പിന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം കേട്ടോ. എൻ്റെ റിഫമോള് വരക്കുന്ന ചില പിക്ചറുകളൊക്കെ ഉണ്ടല്ലോ, കറക്റ്റ് റിയലായിട്ട് തോന്നും കേട്ടോ. കണ്ടോ ഞാൻ എത്രത്തോളം വേർത്ത് കാണണ്ടോ എന്നുണ്ടോ, കണ്ടോ നല്ല അടിപൊളിയായിട്ട് അങ്ങനെ റിയലായിട്ട്. അപ്പോൾ ഞാൻ അവിടുത്തെ ചോദിച്ചിട്ട് നീ എങ്ങനെ വരക്കണേ? അപ്പോൾ അവിടെ പറഞ്ഞ് ഇതൊരു മാജിക്കൽ ബുക്കാണെന്ന്. അപ്പോൾ ആ മാജിക്കൽ ബുക്ക് ഞാനും ഉണ്ടാക്കാൻ പോവാൻ കേട്ടോ. അപ്പോൾ അതെങ്ങനെയെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് ഇവിടെ എടുത്തേക്കുന്നത് മറ്റേ ലൈൻ ഇട്ടതാണ്. അപ്പോൾ അത് പറ്റൂല. പ്യുവർ വൈറ്റ് നോട്ട്ബുക്ക് നമുക്ക് വാങ്ങണം. എന്നിട്ട് ഞാൻ സെറ്റാക്കി കാണിച്ചു തരാം കേട്ടോ. സാധനം ഇവിടെ ഒന്ന് കയറേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. വാങ്ങി അങ്ങനെ നോട്ട്ബുക്കൊക്കെ വാങ്ങി, കുറച്ച് മീൻ വാങ്ങിച്ച് പോണ പോക്കിനെല്ലാം വാങ്ങിയാണ്ട് തിരിച്ച് വരാമെന്ന് വിചാരിച്ച്. പിന്നെ നമ്മളെ ഈ തലയിണി ഉണ്ടല്ലോ, ഇത് സെറ്റാക്കണം. മീനാണെങ്കിൽ ഇവിടെ കുളത്തി വെച്ചിക്കട്ടെ കടയിൽ, കുറച്ച് എൻ്റെ മേലേക്ക് കയറി പോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് നമ്മളെ തിലക്കിണി ഈ ഒരു ഷേപ്പിലാക്കി എടുത്തുട്ടോ. ഇനി ഇതിൻ്റെ കുറച്ച് പഞ്ഞ് ബാലൻസ് ഉണ്ട്, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാൻ വിചാരിച്ച് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടോ. ഞാൻ ഉദ്ദേശിക്കുന്ന തിലക്കിണി ഇങ്ങനെയാണ്, മറ്റേത് സ്ക്വയർ പോലെയല്ലേ, അത് ശരിയാവില്ല. പിന്നെ ഞാനിതേ കണ്ടില്ലേ ആ ക്ലോത്ത് ഉണ്ടല്ലോ, ജീൻസിൻ്റെ ക്ലോത്ത്, സ്റ്റിഫ് കിട്ടിയില്ല കേട്ടോ, വലിയ സ്റ്റിഫ് ഉണ്ടായില്ല. അപ്പോൾ ഞാൻ സ്റ്റിഫില്ലാതെ തന്നെ ഇങ്ങനെ ഒരു ബാഗും വെച്ചിട്ടാണ്. ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരമുള്ള സാധനങ്ങൾ ഇടാനും. അപ്പോൾ താഴത്തുനിന്ന് മുകൾക്ക് പോകുമ്പോൾ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം അതിനകത്തേക്ക് വെച്ചിട്ടാട്ടോ അങ്ങനെ മുകൾ. അപ്പോൾ ഗൈസ് ഞാനൊരു ബാഗ് അടിച്ചിട്ടോ, അത്യാവശ്യം കുറേ സാധനങ്ങൾക്കുള്ളൂ കണ്ടോ. ഞാനെല്ലാം ഇതിനകത്ത് വെച്ചിട്ടാണ്. കൂട്ടുകാർക്ക് വരാ പറഞ്ഞേനു കേട്ടോ, വരുമോയെന്നറിയില്ല. അപ്പോൾ മീനൊക്കെ കൊടുന്ന് നന്നാക്കി ഞാൻ മീൻ പൊരിച്ച് ഞങ്ങൾ ചോറ് തിന്നാട്ടോ. പിന്നെ രാവിലെ ഉണ്ടാക്കിയ പരിപ്പ് കറി ഉണ്ടായിരുന്നു. പിന്നെ നല്ല അയിലച്ചമ്പാൻ പൊരിച്ചതും ഉണ്ടായിരുന്നു. അപ്പോൾ അതന്നെ ധാരാളമാണ്. അപ്പം ഇന്ന് ഇങ്ങനെയൊക്കെയാണ് ഉച്ചക്കത്തെ കൂട്ടാനുട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു, അപ്പോൾ ബുക്ക് ഉണ്ടാക്കാൻ സിമ്പിളാണ്. ഈ വൈറ്റ് ബുക്കില്ലേ, അപ്പോൾ അതിനകത്തേക്ക് നമ്മളെ എണ്ണ, വെളിച്ചെണ്ണയോ ഓയിലോ എന്താണോ ഇല്ല വെച്ചാൽ അത് ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡായി കൊടുക്കുക. ഇതാണ് വെരി സിമ്പിളായ മാജിക്കൽ ബുക്ക്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് പിക്ചറാണോ നമ്മൾ വരക്കാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ മുകളിൽ നമ്മൾ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അതിന്മേ നമ്മൾ പെൻസിൽ ഡ്രോയിങ് പോലെ തന്നെ അതിന്മേ വരക്കാൻ പറ്റൂട്ടോ. സംഭവം സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ കുട്ടികൾക്കൊക്കെ സ്ക്രീൻ ടൈം കുറക്കാൻ പറ്റിയ ഒരു സംഭവം കൂടിയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ജേർണലിംഗ് ഒക്കെ എഴുതുന്ന ആളുകൾക്കൊക്കെ വെരി സിമ്പിളായിട്ടുള്ള ഒരു ട്രിക്കാണെന്നുള്ളത് മനസ്സിലായി. പിന്നെ നമുക്ക് നമ്മളെ ഫോട്ടോസൊക്കെ വരച്ചെടുക്കാമല്ലേ റിഫേ, കണ്ടില്ലേ അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിട്ടോ. അപ്പോൾ നമ്മൾ മൊബൈലിലൊക്കെ നമ്മളെ പിക്ചർ വരച്ചിട്ടൊന്നും എൻ്റെ പിക്ചർ ഞാൻ തന്നെ വരയ്ക്കാണ് ഗൈസ്. പക്ഷേ എന്നെ കണ്ടാൽ ഞാനാണെന്ന് തോന്നൂല എന്നുള്ളൂ. ഇപ്പം നമ്മളെ റിഫമോൾ റിയലായിട്ടും പിക്ചർ വരക്കും, പക്ഷേ ഇങ്ങനെയും വരക്കും കേട്ടോ. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി സൂപ്പറായിട്ട് വരക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടാണ്. അപ്പം ഞാനിങ്ങനെ ഒരു ബുക്ക് ഉണ്ടാക്കിയിരിക്കണേ.
അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതേപോലെ പിക്ചറൊക്കെ നമുക്ക് വരക്കാം. പിന്നെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാം അല്ലേ, നമ്മളെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളോ യാത്ര പോയ സംഭവങ്ങളോ അതൊക്കെ നമുക്ക് എഴുതി വെക്കാം. അപ്പോൾ എന്തായാലും ഈ ബുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ, സംഭവം സൂപ്പറാണ്, കൊള്ളാമല്ലേ. ഇന്നത്തെ വീഡിയോ ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഇനി കുട്ടികൾ വരാനുള്ള വെയിറ്റിംഗ് ആണ്. പിന്നെ മസ്റ്റായിട്ട് ഞാൻ പറഞ്ഞ ബുക്കൊന്ന് ട്രൈ ചെയ്യാട്ടോ.